യുഎസിൽ ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കി. 1988-ൽ സുവിശേഷകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. അലബാമയിൽ യൂജിൻ സ്മിത്ത് എന്ന 58-കാരനാണ് വധശിക്ഷയ്ക്ക് വിധേയനായത്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് കൊലപാതകിയുടെ വധശിക്ഷ നടപ്പാക്കരുതെന്ന ആവശ്യം യുഎസ് സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു നടപടി. നൈട്രജൻ ഹൈപ്പോക്സിയ എന്നറിയപ്പെടുന്ന ശിക്ഷാരീതി നടപ്പിലാക്കാൻ കോടതി ഉത്തരവിടുന്നത് ആദ്യമായാണ്. 2022-ൽ മാരകമായ രാസവസ്തു കുത്തിവെച്ച് സ്മിത്തിന്റെ വധശിക്ഷ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു. തുടർന്നാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഈ ശിക്ഷാരീതി ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ക്രൂരമാണെന്നും പാളിച്ചയുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി തള്ളി. ഏറ്റവും വേദന കുറഞ്ഞതും മനുഷ്യത്വപരവുമായ വധശിക്ഷാ രീതിയാണെന്നാണ് അലബാമ സ്റ്റേറ്റ് അധികൃതർ അവകാശപ്പെടുന്നത്. വധശിക്ഷ നടപ്പാക്കുന്ന മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകതരം മാസ്കിലൂടെ വാതകം ശ്വസിക്കാൻ പ്രേരിപ്പിക്കും. ഇത് ശ്വസിക്കുന്നതോടെ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുകയും മരിക്കുന്നതിന് മുമ്പ് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 4 മുതൽ 6% വരെയാണെങ്കിൽ 40 സെക്കൻഡിനുള്ളിൽ തന്നെ അബോധാവസ്ഥയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണവും സംഭവിക്കുമെന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ വിശദീകരണം. അബോധാവസ്ഥയ്ക്കൊപ്പം ചിലപ്പോൾ അപസ്മാരത്തിലേതുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബോധാവസ്ഥയുണ്ടാകുന്നതിന് പിറകെ ശരീരം നീലിക്കുകയും ഹൃദയം സ്തംഭിക്കുകയും ചെയ്യും. യുഎസിലെ 50 സംസ്ഥാനങ്ങളിൽ 27-ൽ മാത്രമാണ് വധശിക്ഷ നിയമപരമായിട്ടുള്ളത്. വിഷമുള്ള രാസവസ്തുക്കൾ കുത്തിവെച്ചാണ് പൊതുവെ ശിക്ഷ നടപ്പാക്കാറുള്ളത്. മിസിസിപ്പി, ഒക്ലഹോമ സംസ്ഥാനങ്ങളിലും നൈട്രജൻ വധശിക്ഷയ്ക്ക് അംഗീകാരമുണ്ടെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഒക്ലഹോമയിൽ 2018-ൽ തന്നെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നു. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഒക്ലഹോമയിൽ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ഇഞ്ചക്ഷനിലൂടെയായിരുന്നു 2015 വരെ ഒക്ലഹോമയിൽ ശിക്ഷ നടപ്പാക്കിയിരുന്നത്. എന്നാൽ 2015-ലെ ആ വധശിക്ഷ നടപ്പിലാക്കിയത് നിരവധി വിമർശനങ്ങൾക്കും ഇടവരുത്തി. വിഷം കുത്തിവെച്ച ശേഷം ജയിൽ പുള്ളി പിടഞ്ഞാണ് മരിച്ചതെന്നും അതിദാരുണമായിരുന്നു അന്തിരംഗങ്ങളും എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് വധശിക്ഷ ഒക്ലഹോമയിൽ താൽക്കാലികമായി നിർത്തിവെച്ചത്. മരുന്ന് കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നം നൽകാൻ വിസമ്മതിക്കുന്നതും വിഷം കുത്തിവെച്ചുള്ള മരണത്തിന് വിലങ്ങുതടിയുമായി. വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന ചീത്തപ്പേര് തങ്ങളുടെ ഉൽപ്പന്നത്തിന് വരുന്നതാണ് ഇവരെ പിന്നോട്ട് വലിച്ചത്. ഇതെല്ലാം പരിഗണിച്ചാണ് 2018-ൽ തന്നെ നൈട്രജൻ ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക് സംസ്ഥാനത്തെ പ്രേരിപ്പിച്ചത്. നിറവും മണവുമില്ലാത്ത വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ഉണ്ടെങ്കിലും ഓക്സിജൻ കല്ലാത്ത നൈട്രജൻ ശ്വസിക്കുന്നത് മരണത്തിലേക്ക് നയിക്കും. ഇന്ത്യ, US, ബലറൂസ്, ചൈന, ഈജിപ്ത്, ഇറാൻ, ജപ്പാൻ, മംഗോളിയ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയവയാണ് ഇപ്പോഴും വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ ചിലത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ ഇടങ്ങളിലും വധശിക്ഷ നിലവിലില്ല. കുരിശിൽ തറക്കൽ, ചതച്ചുകൊല്ലൽ, തീവച്ചു കൊല്ലുക തുടങ്ങിയ ക്രൂരമായ വധശിക്ഷാ രീതികൾ പണ്ട് നിലനിന്നിരുന്നു. തൂക്കിലേറ്റൽ, വെടിവെക്കൽ, വിഷം കുത്തിവെക്കൽ, വൈദ്യുതാഘാതം, ഗ്യാസ് ചേമ്പർ, ശിരച്ഛേദം തുടങ്ങി വ്യത്യസ്ത വധശിക്ഷാ രീതികൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്.